ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്, അത് മാറ്റണം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ എയർ ഫിൽറ്ററും പ്ലഗ് ചെക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ മാറ്റാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റി എൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ചെയിനും 2 സ്പോക്കറ്റ് കിറ്റായിട്ടാണ് മാറ്റാം. പിന്നെ വീലിൻ്റെ റബ്ബറുകൾ മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ഹബ്ബൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. 100% നമുക്ക് കളർ നോക്കിയിട്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം പറയാൻ പറ്റില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 3000 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ മാറിയിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ക്ലീൻ ചെയ്തിടാം. പ്ലഗൊക്കെ വലിയ കുഴപ്പമില്ല, ക്ലീൻ ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോഴും തീരെ പൊടി എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും കൂടി വരും. പിന്നെ ചെയിൻ സ്പോക്കറ്റ്, വീൽ റബ്ബർ, അതേപോലെ ഇവിടെ ഒരു ഓയിൽ സീൽ ലീക്കുണ്ട്. ഓയിൽ സീലും സ്പോക്കറ്റ് ഓയിൽ സീലും പ്ലഗ് റബ്ബറും, ആ 2 ഐറ്റംസ് നമുക്ക് മാറ്റിയിടണം. അപ്പോൾ അത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കും, നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. ഓക്കെ, മറ്റൊരു കുഴപ്പമൊന്നുമില്ല, അതിനുള്ള വർക്കുള്ളൂ. ഞാനൊരു ഉച്ചയ്ക്കുമ്പായിട്ട് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.